ഞാനിപ്പോ എന്റെ രാഘവ കുട്ടറ കാര്യത്തിലേ മോളുടെ അതെ അതെ അവളുടെ വീടിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ കൊറേ മെനക്കെടണേ. അപ്പൊ അത് സർക്കാരിന്റെ വക ഒരു 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ. അപ്പൊ അതിന് നമ്മള് റേഷൻ കാർഡൊക്കെ കൊടുക്കണൊക്കെ കൊടുത്ത് അപ്പൊ അതിപ്പോഴും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? അതിപ്പോ 4 സെന്റ് സ്ഥലം ഞാൻ ഇപ്പൊ എന്റെ മറ്റേ പറമ്പെന്ന് കുട്ടിക്കായിട്ട് പൈച്ചു കൊടുത്ത്. സ്ഥലം ഇല്ലാത്തവർക്ക് ഇത് കിട്ടൂല, സ്ഥലം വേണം. അപ്പോ അങ്ങനെ ഈ 4 ലക്ഷം ഉറുപ്പ്യ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഇനി പണി കുറെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് ബന്ധപ്പെട്ട ഇവിടെ ഇരിക്കാൻ പറ്റണില്ലല്ലോ ഹാലാക്ക്. അപ്പൊ ഞാന് അതിനുള്ളൊരു ഇതൊക്കെ കൊടുത്തു. അപ്പൊ ഇത് ഗഡുക്കളായിട്ട് അത്ര ഇത് കിട്ടുക. അതെ തറ കെട്ടിയ പൈസ തറ കെട്ടാ. ഇനിയിപ്പോ തറ കെട്ടാൻ കഴിയണ്ടേ? ഒരു 50,000 75,000 ഉറുപ്പ്യ എന്താ കിട്ടും. അതുകൊണ്ട് തറയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി കായ്ക്ക് പിന്നെ ഇത് പണിത് കാണിച്ചു കൊടുക്കണം എന്നാ പറയണേ. എന്നാലും അത്ര അടുത്ത തരാം. അങ്ങനെ തരുന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിച്ച വലിയ ഉപകാരം. ഞാനേ ഇവിടെ ഇരുന്നാ ശരിയാവില്ലൊക്കെ. ഊല വേനിച്ചിട്ട് ആ എല്ലിന്റെ കൊള്ളു കുത്തിക്കറി നമ്മടെ എല്ലോണ്ട് പണിത മാതിരിയപ്പ. എന്തായാലും ഉണ്ടാക്കി. എന്നാ പിന്നെ മനുഷ്യന്മാർക്ക് ഇരിക്കാൻ പാകത്തിൽ ഉണ്ടാക്കിയൂടെ ഇത് ഹലാക്ക്. എന്ത് പാവം ചെയ്തോട് രാഘവ തിന്റെ മുകളിലെ കയറിക്കെതിരെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ചേച്ചിയുടെ ചായക്കടയിലുണ്ടായിരുന്നേ. അപ്പൊ അവിടെ വന്നിരുന്നാ മതിയായിരുന്നില്ലേ? എന്റെ സുഖത ഞാൻ ഇപ്പൊ കുറച്ചേരം ഇരുന്നിട്ട് പൂര വേനിച്ചിട്ട് എണിച്ചായ. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യണതാണ്. ഇതിപ്പോ കണ്ടില്ലേ, നമ്മുടെ MLA പാരിജാതന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കെട്ടിയതാ. ഇതോ 3 ലക്ഷം ഉറുപ്പ്യ ഇതിനോ? പിന്നെ ഇതിനു അല്ല സുഖത. അങ്ങനെ വെച്ചപ്പോ സർക്കാർ നമുക്കൊരു വീട് വെക്കാൻ തരുന്ന ഫണ്ട് എത്ര വെച്ചണ്ട? 4 ലക്ഷം ഉറുപ്പ്യാണ്. അതെ, അതിലൊരു റൂമുണ്ട്, ഒരകുണ്ട്, ഒരു അടക്കള ഉണ്ട്, ഒരു കോലായി ഉണ്ട്. ഒക്കെപ്പാട് സാധനമൊക്കെ കൂടി വാർത്തും തരും സർക്കാർ. അതിന് 4 ലക്ഷം ഉറുപ്പ്യ 4 ലക്ഷം ഉറുപ്പ്യാണ് അതിന് തരിക. പിന്നെ ഇപ്പൊ ഈ 4 ലക്ഷത്തിൽ കൂടെ ഇപ്പൊ ഈ തൊഴിലുറപ്പിന് പോണവർക്ക് ഒരു 35,000 ഉറുപ്പ്യ വേറെയും കിട്ടും. എങ്ങനെ ആയാലും ഒരു 4:35 ഇപ്പൊ ഈ വീട് പണിയണത്. ആ കാശിന് അത് പണിയാന്ന് അവർക്ക് അറിയാം. അപ്പൊ പിന്നെ ഇതിന് 3 ലക്ഷം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിപ്പോ MLA ഫണ്ടാണെന്നാ പറയുന്നത്. ജനങ്ങളുടെ പൈസ. ഇത് 3 ലക്ഷം കൊടുത്തിട്ടുണ്ടാവില്ല, പോക്കറ്റിലേക്കാ പോയിട്ടുണ്ടാവുള്ളേ. ഒന്നും നമുക്ക് വരാൻ പറ്റില്ല. അടുത്ത ഇലക്ഷന് വരുമ്പോ പിടിക്കുക, എന്നിട്ട് MLA-യുടെ എല്ലാം ഊരിയിട്ട് ഇതേമാതിരി അങ്ങോട്ട് പണിയാ. ബെസ്റ്റോ നമ്മുടെ എന്റെ ഒക്കെ നല്ലപ്പം പ്രായമായിരുന്നുണ്ടല്ലോ, ഞാൻ പ്രതികരിച്ചേനെ. ഇതൊന്നും അറിയണല്ലോ നമുക്ക്. ഇതിന് എത്ര ഉറുപ്പ്യ വരുന്നൊന്നും അറിയണല്ലോ. നടത്തുന്ന മൊയ്തുല്ലേ? നാളെ രാവിലെ ഒരു 10 മണിക്ക് രാഘവൻ അവനെ കൂട്ടിയിട്ട് വാ. ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് ആയിക്കോട്ടെ. ഇത് അറിഞ്ഞിട്ട് നീ ഉമ്മ ഇരുന്നാ മതി. അതെ, നമ്മുടെ കോമ്പാറ ജംഗ്ഷനിൽ പുതിയ ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തില്ലേ? ഞാനതിൻ്റെ പടം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതെടുത്ത് എൻ്റെ പേജിലിട്ടിട്ട് നമ്മുടെ സൈബർ പിള്ളേരെ കൊണ്ട് ഒരുപാട് കമൻ്റ് അതിൽ ചെയ്യിക്കണം. അതെന്തിനാ ഞാൻ പറഞ്ഞു തരുന്നത്? പാരിജാതൻ MLA ഈ മണ്ഡലത്തിൻ്റെ ഐശ്വര്യം. ഇങ്ങനെ ഒരു MLA കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ച പാരിജാതൻ MLA-ക്ക് അഭിവാദ്യങ്ങൾ. 100 പൂച്ചെണ്ടുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്. നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അത് ജനങ്ങളിലെത്തണ്ടേ. ഇനിയും ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കുക. അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ എത്തിയാൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്പർ കാണിച്ചെങ്കിലല്ലേ നമ്മളിവിടെ MLA ആയിരുന്നു എന്നുള്ളൊരു തെളിവുണ്ടാവുള്ളൂ. എഴുതി വെക്കണം. എന്ത് ചെറിയ കാര്യം ചെയ്താലും വലിയ ബോർഡ് എഴുതി വെക്കണം. ഇപ്പോൾ ഹൈമാക്സ് ലൈറ്റുമ്പോൾ വെച്ചത് നന്നായിട്ടുണ്ട്. പിന്നെ പൈസയുടെ കാര്യമൊന്നും അത്രയും വലിപ്പത്തിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ആളുകളെ അറിയിപ്പിച്ച് ഒരു ചർച്ചയാക്കാന്നല്ലാതെ. ശരിയപ്പ കേട്ടാ. ഇവിടെ വന്ന് വാങ്ങിക്കോ, ഞാനിവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സാറേ, അതെ നമ്മളിപ്പോ പഞ്ചായത്തിന് മറ്റേ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയല്ല, ആ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയോണ്ട് മാക്കിയില്ല പഞ്ചായത്ത് ഒന്നാകെ വരെയെന്ന്
നമുക്കും ബസ് സ്റ്റോപ്പ് പോകണം, ബസ് സ്റ്റോപ്പ് പോകണം. ബസ് സ്റ്റോപ്പ് നമുക്ക് അനുവദിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? ബസ് സ്റ്റോപ്പും ആ സ്ഥലത്തിന്റെ പേരിലേലും എന്റെ പേര് വലുതായിട്ട് എഴുതി വെക്കണം. അത് വേണം. പക്ഷെ അടങ്കൽ തുക കൂടുതലാന്ന് പറഞ്ഞിട്ട് 2-3 ആൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതിനൊരു പണി ചെയ്താ പോരെ? ഇവിടുത്തെ പ്രവർത്തകരെ വിട്ടിട്ട് നമ്മുടെ പഴയ പോസ്റ്ററൊക്കെ ഇരിപ്പില്ലേ ഇവിടെ? എന്തെങ്കിലും വാഹനജാഥ ധർണയുടെ പോസ്റ്റർ ആ പൈസ കാണിച്ചതിനോട് ഒട്ടിച്ചു വെക്ക്. ഒരു പോസ്റ്റർ അവിടെ ഇരുന്നാൽ പിന്നെ ആളുകൾ അത് കൊണ്ടുവന്ന് കുറെ ഒട്ടിച്ചോളൂ, അതങ്ങോട്ട് പോവും. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ പൈസ കാണുമല്ലോ. പൈസ കാണണ്ട, എന്റെ പേര് മാത്രം കണ്ടാ മതി. അത്രേ വേണ്ടു. മതി. ഇനി ഇതൊക്കെ എന്ന് പഠിക്കാനാണ് നിങ്ങള്? ശരിയാണ്. ഞാൻ ചോദിക്കാം സാറേ, നമ്മളിപ്പം കോട്ടിക്കൊള്ളുന്ന കുപ്പേര വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ, റോഡ്. നമ്മൾ ആ ഭാഗത്ത് പോകണ്ട ഇപ്പം ഹൈവേ അത്. ഞാൻ മിനിയാന്ന് അതിലേ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ജനങ്ങൾക്ക്. MLA ഉള്ള റോഡ്. അത് എനിക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടി. പക്ഷെ അത് നമ്മുടെ റോഡല്ല, അത് MP ഫണ്ടിൽ നിന്ന് ചെയ്തതാണ്, അയാള് ചെയ്തതാണ്. അത് MLA പ്രാദേശിക അല്ല 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 അല്ല, അവർക്കറിയില്ല. ആളുകൾ മുഴുവനും ഞാൻ ചെയ്താന്നാണ്. ഞാൻ പോയി പറയാ നമ്മളതല്ല. വേണ്ട, പറയണ്ട, അങ്ങനെ പറയാൻ നിൽക്കണ്ട. നമ്മൾ ചെയ്തതിൽ അയാൾക്കും പേര് കിട്ടണ്ട, അയാൾ ചെയ്ത വലിയ വലിയവർക്ക് എനിക്കും പേര് കിട്ടണ്ട്. അതിപ്പോ അത് വ്യക്തത കൊടുക്കണ്ട. അതെന്തായാലും നല്ല കാര്യം. അതേ, ആ MP ഫണ്ടിൽ നിന്നേ സാറേ, ആ MP ഫണ്ടിലോട്ട് നിർദ്ദേശിക്കാനുള്ള ഒരു ഫയലില്ലേ, എടുക്കത്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, നമുക്കൊരു ചെറിയൊരു സംശയമുണ്ട് സാറേ. സാറേ അല്ല സാറേ, പഠിക്കുമ്പോഴേ ഇല്ലൊരു സംശയമാണ്. 5-8 കൊല്ലം സ്കൂളിൽ പഠിച്ചു ഞാൻ, ഉപയോഗിച്ച് രാഷ്ട്രീയം പഠിച്ചല്ലോ. പിന്നെ ഇതിപ്പം 1-2 സമയത്ത് എനിക്ക് ഇങ്ങനെ മനസ്സിൽ തേട്ടി വരുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യ, മുകളിൽ തന്നെ ഒരു കുഴപ്പമില്ല. എന്താ കൊണ്ടാ? ഇല്ല ഇല്ല, മുകളിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതിൻ്റെ ഞാൻ നേരത്തെ നോക്കും. ന്യൂസിലാൻഡ് അടിയിലിതാ എടുത്തത് താരൊക്കെ വീണൂലേ വെള്ളത്തിലേക്ക്, എങ്ങനെ പിടിച്ചു നിൽക്കും സാറേ ഇതാ? ജാതി മെനകെട്ടവന്മാര് കൂടെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ പേര് പോണത്. നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കണം? അവിടെ ഇരിക്കേ, അവര് വരണ്ടേ? നേരത്തെ വെച്ചിട്ടാ എങ്ങനെ ഇരിക്കണതിന്റെ മുകളില് അന്റെ ഇരിപ്പന്നെ കാണുമ്പോ ഇത് വീഴാണ്ടിരിക്കും പിടിച്ചിരിക്കണ വരെയൊക്കെ തോന്നും. എടാ ചങ്ങാതി, ഇതിപ്പോ ഈ MLA ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരു സാധനം പണിയുമ്പോ ഇതിങ്ങനെ ഇങ്ങനെ പൈപ്പ് വെച്ച നേരം ഇതിനൊരു തകിടടിച്ചെങ്കിൽ അതിന്റെ മുകളിൽ സുഖമായിട്ടിരുന്നൂടെ? അപ്പൊ ആൾക്കാർ വന്നിരിക്കൂലേ? ഇപ്പൊ കാലിലെ ആണി കാരനാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഊര വലിച്ചിട്ട് വയ്യപ്പോ എന്റെ കാലിൽ ആണിയുണ്ട്, ആ ആണിയും കൂടി ഈ കാലുമല്ല. അതപ്പ ഞാൻ ഇരിക്കാത്തത്. എത്ര നേരമായി ഇയാള് അവിടെ പണിയിലായിക്കോ? അതിനോടൊരു പണിയില്ല, പണി കഴിഞ്ഞിട്ട് വരണ്ടേ? മൊയ്തൂരെ, ഞാനവിടെ ആ അംസക്കാന്റെ പീഡിയന്റെ പണി ഉണ്ടായിനി. അത് ശരി, അടുത്തിന് പോന്നാ. എന്താ പരിപാടി ഇത്? പറഞ്ഞു കൊടുക്ക്. ഇതിപ്പോ ഇത് കണ്ടില്ലേ മൊയ്തോ? ആ കണ്ട്. ഇതിപ്പോ ഒരു വെയിറ്റിംഗ് സെറ്റാണ്. അതായത് ആൾക്കാർ മഴയും വെയിലും കൊള്ളാണ്ടേ ബസ് കാത്തു നിൽക്കാനുള്ളതാ. അപ്പത് ഇതിനകത്ത് മഴയൊക്കെ കൊള്ളുമല്ലോ. MLA പാരിജാതന്റെ വകയാണിത്. എന്താ പറഞ്ഞ് പാരിജാതം MLA വക എങ്ങനെ ആവണ്? ഇത് മനുഷ്യരെ ജനങ്ങളെ അടച്ച നികുതി കായ് എടുത്തിട്ടാണ് MLA ഈ ഫണ്ട് കൊടുക്കണം, അല്ലാണ്ട് MLA അമ്പലത്തിൽ നിന്നല്ല. അല്ല ഞാൻ ഇപ്പൊ എന്താ വേണ്ടി ആവുക? ഇതിന്റെ എസ്റ്റിമേറ്റ് ഒന്ന് എടുക്കണം. ഇന്ത്യ അങ്ങോട്ട് മാറിക്കും. എന്താ കാട്ടിന്? ആമ തൂങ്ങിയപ്പോ എല്ലാം കൂടി പോവുപ്പോ. എന്താ സംഗതി സ്വർണ്ണമൊന്നല്ല, ഇരുമ്പന്നെ. ഏത് ഇരുമ്പാണെന്ന് നോക്കൂ, സ്ട്രോങ് ഉള്ളതാണോ? അതിന്റെ വില കണക്കാക്കണ്ടേ? പണ്ട മുട്ടണ്ട അതില് ഇതപ്പോ എത്ര അളവിന്റെ എനിക്കിപ്പോ ഇങ്ങനെ നോക്കിയാ മനസ്സിലാവില്ല അല്ലേ? ഓക്കെ, ഞാൻ ശരിയായി തരാം. ഇപ്പൊ ശരിയായി തരാം. അത് ഇവിടെ ഇതിന്റെ അത് പിടിച്ചോളിയാണ്. ഇത് പിടിക്കും. ഞാൻ പറയണ അതിനകത്ത് എഴുതിട്ടോ. പിടിച്ചോളി. അത് എഴുതിക്കാണോ? അത്ര 78. എത്ര ഉണ്ടോ? ഒരടിയല്ലേ ഉള്ളൂ? 12. ഒരടിയിൽ 3 കമ്പി വെച്ചാവുമ്പോ ഇരുത്ത ആൾക്കാരനെ ഇങ്ങോട്ട് വരും, ഒരാൾ നിങ്ങൾ എഴുതിയാ മതി. നിങ്ങൾ തോന്നി പിടിക്കുക മനസ്സിലാ. ആ വേണ്ട, അവന്റെ കാലും ആണിയാണ്. ഞാൻ പിടിക്കണോ? 16 കോയക്കാ. ഇതിന് 3 ലക്ഷം ഒന്നും വരില്ല കേട്ടോ. പിന്നെ എത്ര വരും? ഇതിപ്പോ ഭംഗിയിൽ എന്റെ മാവനെ ചെയ്യണമെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യാണ് ചെയ്തത്. എത്ര? 1.5 ലക്ഷം.
1.5 വരുമോ? 1.5 വരില്ലേ പിന്നെ? നീ ചെയ്യുകയാണെങ്കിൽ 1 ഉറുപ്പ്യ വരും. പിന്നെ കമ്പി വേണ്ടേ, ഇത്രയും കമ്പി വേണ്ടേ, ആസ്പെറ്റോസ് വേണ്ടേ, വെൽഡ് ചെയ്യണ്ടേ, 2 ദിവസം പണിയില്ലേ? അത് ശരി. അപ്പൊ ഈ ഗവൺമെന്റ് എഞ്ചിനീയറിനെറ്റ് മേലുള്ള പൊജ്ജ് പറയണത് ഇതിപ്പോ 3 ലക്ഷം ഉറുപ്പ്യ അവര് ഗവൺമെന്റിന്റെ പണിയാകുമ്പോ എന്ന് വിചാരിക്കാം. പനക്കന്നെ 1.5 വേണം. അല്ല 1.5 ഇങ്ങൾക്ക് പണിയണ്ട അവര് പണിയാനല്ലടോ ചങ്ങായി, അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനല്ലേ പണിയോട് വരാൻ പറഞ്ഞു. അപ്പൊ പണിയാനല്ല എന്നെ വിളിച്ചത്. 3 ലക്ഷം തന്നെ എന്നോട് പറഞ്ഞിനെയോ? അത് പറഞ്ഞില്ല. നിങ്ങളെ പോലത്തെ ആളെല്ലാം ഇത് കണക്കാക്കാൻ ഈ പറ്റുമോ? എസ്റ്റിമേറ്റ് ഒക്കെ നോക്കാൻ ആരെങ്കിലും വിളിച്ചാൽ തിരക്കിൽ ഇതിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇത് പണി അറിയണ ആളെന്നെ വിളിക്കാൻ പറ്റുള്ളൂ. എന്നാ പറഞ്ഞ പന്നെ പോലുള്ള ആളുടെ അടുത്ത് പറയണ്ട് 1.5 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞു. 1.5 ഇതിപ്പോ എസ്റ്റിമേറ്റ് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക്. അത് മതി. 60 ഉറുപ്പ്യ ഉണ്ട് ചെയ്യാം. അപ്പൊ ഈ 1.5 പറഞ്ഞായി അതിന്റെ പൈസയാണ്. പണിയെടുക്കുകയാണെങ്കിൽ കമ്മീഷൻ അടക്കാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. അത് ശരി. ഈ പണി വെച്ചാൽ 1.5 ഉറുപ്പ്യ വരും. വേറെ ആരെങ്കിലും വെച്ചാൽ 60. വേറെ ആരെങ്കിലും വെച്ചാൽ 60 ഉറുപ്പ്യ അതിനല്ലോ ഇത് പണിയാണെങ്കിൽ 60 ഉറുപ്പ്യയുടെ സാധനത്തിനാണ് ഇപ്പൊ 3 ലക്ഷം ഉറുപ്പ്യ ചെലവായി എഴുതിയിരിക്കുന്നത്. അതങ്ങനെയാണ്. സർക്കാരിന്റെ അല്ലേ? പക്ഷെ എന്തൊരു കഷ്ടം. ഇതിപ്പോ ആരപ്പോ ഈ 3 ലക്ഷം ഉറുപ്പ്യക്ക് ഇത് പണിതുണ്ടാവുക? എഞ്ചിനീയർ. ഇതിനും എഞ്ചിനീയറാ. പിന്നെ എഞ്ചിനീയർ വേണ്ടേ? ഇത് MLA ഫണ്ടാണല്ലോ സംഭവം. അത് കളക്ടറായിട്ട് അനുവദിക്കൂ. പിന്നെ നമ്മളെ പഞ്ചായത്തിലെ മറ്റേ എഞ്ചിനീയർ അല്ലേ, മണ്ടോതിരി മേഡല്ലേ, മണ്ടോതിരിയാണല്ലോ ഇത് ചെയ്യണത്. അത് ശരി. ഓരാണ് പണിയെടുപ്പിക്കണേ. അപ്പൊ ഈ 60 ഉറുപ്പ്യക്ക് 2.40 കൂട്ടി വെച്ചേക്കല്ലേ ശരിക്കും പോയിട്ടോ? നിങ്ങൾക്കൊക്കെ ഇതിന്റെ കണക്ക് ശരിക്കും അറിയണല്ലേ? അപ്പൊ ഒന്ന് പോയി ചോദിച്ചോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചെറിയ ചെറിയ പണിയിരുന്ന പിന്നെ നമ്മളവിടെ പോയിട്ട് തൊള്ള കൈയിടണോ? നമ്മുടെ സർക്കാരിന്റെ പൈസ അല്ലേ ഇത്? ഇതിങ്ങനെ നേതാക്കന്മാരും ആൾക്കാരും കട്ട് തിന്നുമ്പോ ഒന്ന് ചോദിച്ചൂടെ, പ്രതികരിച്ചൂടെ? ഈ കുടിയിലേക്ക് കാലം നീട്ടറേ ഞങ്ങൾ വേണോ അത് പ്രതികരിക്കാൻ? അല്ല നിങ്ങൾ ഞാൻ പണിയൊക്കെ എടുത്ത് നടക്കണ ആളല്ലേ, എനിക്ക് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടണ നടന്നാ എന്തേലും ആയിക്കോട്ടെ. ഈ ഇപ്പൊ സംഗതി പറഞ്ഞു തന്നല്ലോ അതെന്നെ. പിന്നെ ഒരു 250 ഉറുപ്പ്യ കടിക്കും. എന്താ ഇനി ഞങ്ങക്ക് പണിയണ്ട? അല്ല പണിയാനല്ല, ഞാൻ ഇപ്പൊ എസ്റ്റിമേറ്റ് എടുത്തന്നില്ലേ. അതിന്റെ അത് വെറുതെ ആയിട്ട് എടുക്കല. അവിടെ പണിയെടുത്ത നാസറിന്റെ പീടിയിൽ പണിയെടുത്തോണ്ട് അവിടെ നിന്ന് മനുഷ്യൻ വന്ന് എന്നെ വിളിച്ചേ. അപ്പൊ നാസർ കായി എനിക്ക് നാസർ കായി അവിടെ പണിയെടുക്കണേ. അവിടെ ഈ പണിയെടുത്തതിന് ആരായിരുന്നു എനിക്ക്? ആയിക്കോട്ടെ. എത്ര കായ് നശിച്ച് നാറാണ കല്ല് കുത്തി പോണ്. അതിനുള്ള കായ് അല്ലേ വേണം. അതെ, ഒരു 200 ഉറുപ്പ്യ അങ്ങോട്ട് തരൂ. ഇത് വെച്ചാളി മതി. നീ 50 ഉറുപ്പ്യുള്ള ഞങ്ങക്ക് ചായ കുടിക്കാനുള്ള. അതുകൊണ്ടാണ്ട് തൃപ്തിപ്പെട്ടാണ്. ബാക്കി ഇതിന്റെ 3 ലക്ഷത്തിന്റെ 2400 അവിടെ പോയി ഉളർന്ന് മേടിച്ചോളി. പ്രതികരിക്കണം. പ്രതികരിച്ചോളി. ഇന്ന കൂട്ടണ്ട, ഞാൻ എന്റെ പണിയെടുക്കട്ടെ പോയിട്ട്. 200 കായ് കിട്ടിയില്ല. 250 ഉറുപ്പ്യ എന്നില്ല കായ് കിട്ടിയില്ലെങ്കിൽ അത്രയും തിരക്ക് പണി എടുക്കുമ്പോഴാണ്. അന്ത്യോളം ഇവനെ പോലുള്ള ആൾക്കാർ ഈ നാട് നേരാവില്ല കേട്ടോ. ഈ ജാതി സാധനങ്ങൾ മൂത്ത് വലുതായിട്ടാണ് ഇതേപോലത്തെ പണി എടുത്തിട്ട് എഞ്ചിനീയർമാരായി കായ് മേടിക്കണതേ. അപ്പൊ അവനിപ്പോ 10-200 ഉറുപ്പ്യ എടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ കാശ് അറിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ കാര്യം? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണ്? അടുത്ത പരിപാടി എന്താ വെച്ചാ ഈ കായ് കണ്ട കായ് ഇതിന് മേടിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയർ ആരാച്ചാ അവരെ പിടിക്കുക. അതിനിപ്പോ ഇന്ന് നാളെ പഞ്ചായത്ത് ഒഴിവല്ലേ, എങ്ങനെ പോയി കാണാൻ പറ്റുക? പഞ്ചായത്തിലേക്ക് പോകണ്ടോ അവരുടെ കുടിയിലേക്ക് പോകണം. ഈ മണ്ടോത്തിന്റെ വീട്ടിലേക്കോ? അല്ല ഇപ്പൊ തന്നെ പോണോ? ഇപ്പൊ ചെയ്യേണ്ട പണി ഇപ്പൊ തന്നെ ചെയ്യേണ്ട സുഖത. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് യൂട്യൂബില് മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.